ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ നേച്ചർ അല്ലെങ്കിൽ സ്കോപ്പ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് എന്നൊക്കെ എന്താണെന്നാണ് നമുക്കിനി ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പം നേച്ചർ ഓഫ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് സോഷ്യൽ സയൻസിന്റെ ഒരു പാർട്ടാണെന്ന് പറയുന്നത് തന്നെയാണ് അതിന്റെ നേച്ചറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ദെൻ അതോടൊപ്പം തന്നെ ഇതൊരു സിസ്റ്റമാറ്റിക് അല്ലെങ്കിൽ സയന്റിഫിക് സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ തിയറി അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, പൊളിറ്റിക്കൽ ഫോഴ്സസ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പ്രോസസ്സിനെ പറ്റിയുള്ള ഒരു സയന്റിഫിക് അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് സ്റ്റഡിയാണ് പൊളിറ്റിക്കൽ സയൻസിന്റെ യെറ്റ് അനദർ നേച്ചർ എന്ന് പറയുക. ഇനി പൊളിറ്റിക്കൽ സയൻസിനെ നമുക്ക് ഒരിക്കലും ഒരു സയൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല, ബട്ട് ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് സോഷ്യൽ സയൻസ്. സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ ഒരു സബ്ജക്ട് മാറ്റർ അല്ലെങ്കിൽ ഒരു സബ്ജക്ട് മാത്രമാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ബ്രാഞ്ച് ആയിട്ടാണ് പൊളിറ്റിക്കൽ സയൻസിനെ നമ്മൾ ഡിസ്കസ് ചെയ്യുക. ദെൻ ഇപ്പം എക്കണോമിക്സ് പഠിക്കുന്നത് ഒരു സോഷ്യൽ സയൻസ് സബ്ജക്ട് ആയതുപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നതും സോഷ്യൽ സയൻസിന്റെ ഒരു സബ് കാറ്റഗറി ആണ് എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ദെൻ it shows the duty of each citizens do for the welfare of the state. So political scienceലെ സ്റ്റഡികൾ ഓരോ സിറ്റിസൺസും ചെയ്യേണ്ട ഡ്യൂട്ടി എന്താണെന്നും അതോടൊപ്പം തന്നെ സ്റ്റേറ്റിന്റെ വെൽഫെയറിനെ എങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ വെൽഫെയർ എങ്ങനെയാണ് എൻഷുർ ചെയ്യേണ്ടതെന്നും ഉള്ള സ്റ്റഡി എവിടെ വരും? പൊളിറ്റിക്കൽ സയൻസിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദെൻ ഗവൺമെന്റിന്റെ ഒരു ബോഡി ആയിട്ട് കൂടിയാണ് പൊളിറ്റിക്കൽ സയൻസിനെ നമ്മൾ കൺസിഡർ ചെയ്യുക. ഇനി പൊളിറ്റിക്കൽ സയൻസ് പൊളിറ്റിക്കൽ തിയറീസിനെ പറ്റിയുള്ള സ്റ്റഡി ഇൻക്ലൂഡഡ് ആണ്. പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുകളെ പറ്റി സ്റ്റഡി ചെയ്യുന്നുണ്ട്. ഇന്റർനാഷണൽ റിലേഷൻസ്, അതായത് പൊളിറ്റിക്കലി ഇന്റർനാഷണൽ റിലേഷൻസുകൾ എങ്ങനെയൊക്കെയാണെന്നുള്ള ഡിസ്കഷൻസ് ഉണ്ട്. ദെൻ പൊളിറ്റിക്കൽ പാർട്ടീസ് അല്ലെങ്കിൽ പ്രഷർ ഗ്രൂപ്പ്സുകളെ പറ്റിയുള്ള സ്റ്റഡികൾ നമ്മുടെ പൊളിറ്റിക്കൽ സയൻസിൽ അപ്ലൈഡഡ് ആണ്. ദെൻ അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസ് ഇസ് ദ സ്റ്റഡി ഓഫ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഗവൺമെന്റ് ആൻഡ് ദ സിവിൽ സൊസൈറ്റി. സോ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസിന്റെ ഡിസ്കഷൻ എന്ന് പറയുന്നത് എന്താണ്? ഗവൺമെന്റും അതുപോലെ തന്നെ സിവിൽ സൊസൈറ്റിയും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെ പറ്റിയുള്ള സ്റ്റഡിയും പൊളിറ്റിക്കൽ സയൻസിൽ നമ്മൾ ആഡ് ഓൺ ചെയ്തിരിക്കുന്നു. ഇനി it also studies the study of the power, authority, influences, political activities and political processes. So political processനെ പറ്റിയും പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസിനെ പറ്റിയും അതോറിറ്റി അല്ലെങ്കിൽ പവർ ഉള്ള എല്ലാ ഫാക്ടറുകളെയും പറ്റിയുള്ള സ്റ്റഡികളും പൊളിറ്റിക്കൽ സയൻസിൽ ഇൻക്ലൂഡഡ് ആണ്. ദെൻ it is a study of the political system and its environment. So political system എങ്ങനെയാണെന്നും അതിനോട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നതിന്റെ ഒരു നേച്ചർ അല്ലെങ്കിൽ എൻവയോൺമെന്റ് എങ്ങനെയാണെന്നും ഈ ഒരു പൊളിറ്റിക്കൽ സയൻസിന്റെ നേച്ചർ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ഇൻക്ലൂഡഡ് ആണ് എന്നാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നതിന് മറ്റൊരു എക്സാക്ട് ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഡെഫിനേഷൻ ഓഫ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് ഇതാണ്: പൊളിറ്റിക്കൽ സയൻസ് ഇസ് എ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് ദ ഗവേണൻസ് ബൈ ദ ആപ്ലിക്കേഷൻ ഓഫ് empirical and generally scientific methods of analysis. As traditionally defined and studied, political science examines the state and its organs and institutions. So most commonly എന്തായിരുന്നു? സ്റ്റേറ്റും അതിന്റെ ഓർഗൻസ് ആയിട്ടുള്ള ലെജിസ്ലേറ്റീവ്, ദെൻ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി എന്ന് പറയുന്ന 3 ഓർഗൻസിനെ ബേസ് ചെയ്യും അല്ലെങ്കിൽ അതിനോട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസുകളെ പറ്റിയുള്ള സ്റ്റഡികളായിരുന്നു പൊളിറ്റിക്കൽ സയൻസിൽ എക്സാം ചെയ്യപ്പെടുന്നത് എങ്കിൽ നൗ സിറ്റുവേഷൻ അല്ലെങ്കിൽ നൗ ദിസ് time the systematic study of the governance by the application of empirical and generally scientific methods of analysis നെ നമുക്ക് എന്തെന്ന് ഡിഫൈൻ ചെയ്യാം? പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ആഡ് ഓൺ ചെയ്തിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ഡിഫൈൻ ചെയ്യാം. പൊളിറ്റിക്കൽ സയൻസിന് ഇപ്പോൾ എന്താണ്? ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി അല്ലെങ്കിൽ ഒരു സയന്റിഫിക് സ്റ്റഡി എന്ത് ചെയ്തിരിക്കുന്നു? ആഡ് ഓൺ ചെയ്യപ്പെട്ടിരിക്കുന്നു. ദെൻ അതോടൊപ്പം തന്നെ എന്താണ്? അത് എങ്ങനെയാണ് എംപിരിക്കലി അപ്ലൈ ചെയ്തിരിക്കുന്നത്? ദെൻ അതിന് എന്തൊക്കെ സയന്റിഫിക് മെത്തേഡ്സ് ഓഫ് അനാലിസിസ് ആണ് ഫോളോ അപ്പ് ചെയ്യുന്നത്? ഇതിനെപ്പറ്റിയുള്ള എല്ലാ സ്റ്റഡികളും എവിടെ ആഡ് ഓൺ ചെയ്തിരിക്കുന്നു? പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിൽ ആഡ് ഓൺ ചെയ്യപ്പെട്ടിരിക്കുന്നു.